നമുക്കൊപ്പം കവി പി ശ്രീധരനുണ്ണി കൂടി ചേരുകയാണ്. ഒരുപാട് കാലം എം ഡിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനും അദ്ദേഹത്തിൻ്റെ അടുത്ത സൗഹൃദം പങ്കുവയ്ക്കാൻ അവസരം കിട്ടുകയും ചെയ്ത കവി ശ്രീധരനുണ്ണി നമുക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴിക്കോട്ടുകാരൻ എന്നതിനപ്പുറം ഇത്രയോ കാലമായി എം ഡിയുമായി അടുത്ത പരിചയമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വികാര വിക്ഷോഭങ്ങളൊക്കെ അടുത്ത് കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഈ അവസരത്തിൽ അങ്ങേക്ക് വലിയൊരു നഷ്ടബോധം ഉണ്ടായി കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നത്? തീർച്ചയായും ചെയ്യേണ്ടത്. അതായത് ഏതാണ്ട് ഒരു 65 വർഷത്തോളം ആയിട്ട് അദ്ദേഹമായിട്ടുള്ള ഒരു പരിചയമാണ് എൻ്റേത്. പരിചയം എന്ന് പറഞ്ഞാൽ പോലെ അതൊരു ഗുരു ശിഷ്യ ബന്ധം പോലെയുള്ള ഒരു ഒരു പരിചയമായിരുന്നു. അത് വാസ്തവത്തിൽ അദ്ദേഹം അത്ര അധികം സംസാരിക്കുകയില്ല എന്നൊക്കെ സാധാരണ നമ്മൾ പറയുന്നെങ്കിൽ പോലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ശരിയായിരുന്നില്ല എന്നാണ് എൻ്റെ ആദ്യകാല അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അന്ന് മുതൽ തന്നെ എനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ തരിക. അദ്ദേഹം കഥാകാരനാണെങ്കിൽ പോലും ആദ്യകാലത്ത് അദ്ദേഹം കവിത എഴുതിയിരുന്നു എന്ന് നമുക്കറിയാം. ആ ഒരു ബന്ധം ഈ കവിതകളെ കുറിച്ചൊക്കെ വളരെ ആ കാലത്ത് എനിക്ക് തോന്നുന്നു എം ഡി എഴുതിയ ഒരു പാട്ട് ഉൾപ്പെടുത്തിയ സിനിമയുണ്ടല്ലോ, വളർത്തുമൃഗങ്ങൾ. അതിൽ താങ്കളും ഒരു പാട്ട് എഴുതിയിരുന്നില്ലേ? അല്ല, അത് വിൽക്കാനുണ്ട് വിൽക്കാണ്ട് സ്വപ്നങ്ങൾ ഓക്കെ. അതെ. സിനിമയിലാണ്. അല്ല, താങ്കളുടെ പാട്ടിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതെന്താണ്, നമുക്ക് ശങ്കരാചാര്യരുടെ ഒരു തത്വശാസ്ത്രം പറഞ്ഞുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കവിത എഴുതണം എന്നാണ് ആദ്യം പറഞ്ഞത്. ആ കവിത എഴുതി കൊടുക്കുകയും അത് നന്നായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തത്. ഏതായാലും അതൊരു വലിയ അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ആ കാലത്ത് എം വി ശ്രീനിവാസ് അത് സംഗീതം പകർന്ന് എസ് ജാനകി അത് പാടിയപ്പോൾ അതിൻ്റെ ഒരു ദുബായിന്റെ പശ്ചാത്തലത്തിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ ഉള്ള ഒരു വലിയ ധന്യത ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തുമായിട്ടുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല, ഒരു ശിഷ്യബന്ധത്തിനേക്കാൾ ഒരു ഇളയ സഹോദരനോടുള്ള ഒരു ബന്ധമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വേണ്ടിടത്ത് ശാസിക്കാനും ഉപദേശിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ആ കാലത്തുണ്ടായിരുന്നു. പിൽക്കാലത്ത് തിരക്കുകൾക്ക് ഇടയിൽ പലപ്പോഴും സന്ദർശനത്തിന്റെ ഇടവേളകളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടാവാം. എങ്കിൽ പോലും വരുമ്പോഴുള്ള ഒരു മന്ദഹാസം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിഴലിക്കുകയാണെന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വല്ലാത്ത ഒരു കണ്ഠയുടെ മുൾമുനയിൽ നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് എന്ത് സംഭവിക്കുന്നുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാകുമായിരുന്നല്ലോ. ഏതായാലും അദ്ദേഹത്തിന്റെ രചനകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ഒക്കെ എൻ്റെ ജീവിതവുമായിട്ട് ഒട്ടി നിൽക്കുന്ന ഒരു വലിയ ഒരു കാലഘട്ടം കടന്നുപോയി എന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത കാലത്ത് തുഞ്ചൻ പറമ്പുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അവിടത്തെയുള്ള വികസന പ്രവർത്തനങ്ങൾ ആദ്യകാലം മുതൽ അദ്ദേഹത്തിന്റെ വളരെ അടുത്ത് എന്നുകൊണ്ട് പ്രവർത്തിക്കാനും വേണ്ടുന്ന ആകാശവാണിയിൽ അവിടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കുവാനൊക്കെയുള്ള അദ്ദേഹം തന്ന ഒരു ഉപദേശങ്ങളുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ അങ്ങനെ ഓർത്ത് വരും. കുറെ കാലമായ കുറെ ദിവസങ്ങളായി ഈ ഓർമ്മകൾ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടിക്കുകയാണ്. എൻ്റെ ബുദ്ധി ഏതായാലും മുട്ടിപ്പോയി എന്നുള്ള ഒരു അവസ്ഥ ആണ് ഈ അവസരത്തിൽ ഉള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ നഷ്ടം അത് നമുക്ക് മലയാളികൾക്കൊക്കെ അറിയാം. വലിയ കനത്ത ഒരു നഷ്ടം തന്നെയാണ്. ഏത് രംഗത്തായാലും, ചലച്ചിത്ര രംഗത്തായാലും, ചെറുകഥാ രംഗത്തായാലും, നോവലിന്റെ രംഗത്തായാലും, മറ്റേ തിരക്കഥകളുടെ രംഗത്തായാലും ഒരു അദ്വിതീയൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതികൾ, അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, നമ്മൾ പറയും നിലപാട് തറ എന്നൊക്കെ പറയും. നിലപാട് തറ ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയില്ല. തീർച്ചയായും സ്വന്തമായ ഒരു നിലപാട് തറ അദ്ദേഹം ഓരോ രംഗത്തും ഉണ്ടാക്കി എന്നുള്ളതാണ്. ആദ്യകാലം മുതൽ ഉള്ള അദ്ദേഹത്തിന്റെ ചെറുകഥ, ഈ ഓർമ്മകളുണ്ടല്ലോ, പിറന്നാളിന്റെ ഓർമ്മ
മുതൽക്കുള്ള ആ കഥകളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടിയ ഓക്കെ. ആ ചിന്തകൾ തീർച്ചയായും ഒരു വലിയ ആഘാതമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്ക് യു ശ്രീ പി ശ്രീധരനുണ്ണി.